വിശ്വാസത്തിൻ്റെയും ക്ഷമയുടെയും ഒരു പരീക്ഷണം. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ബൈബിളിലെ ഉൽപ്പത്തി 40-ാം അധ്യായത്തിൽ നിന്ന് വിശ്വാസം, ക്ഷമ, ദൈവത്തിൻ്റെ പദ്ധതി എന്നിവയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു. തെറ്റായ കുറ്റങ്ങൾ ചുമത്തി യോസേഫ് ജയിലിലടയ്ക്കപ്പെട്ടു. പ്രയാസകരമായ സാഹചര്യങ്ങളിൽ പോലും അദ്ദേഹം നിരാശനായില്ല. ദൈവം അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാഹചര്യത്തിലും അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ടു. ജയിലിൽ 2 പ്രധാന വ്യക്തികളുണ്ടായിരുന്നു: പാനപാത്ര വാഹകന്മാരുടെ പ്രമാണിയും അപ്പക്കാരുടെ പ്രമാണിയും. ജോസഫ് ദൈവത്തിലൂടെ വ്യാഖ്യാനിച്ച സ്വപ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു. പാനപാത്രവാഹകൻ്റെ സ്വപ്നം സഫലമാകും, അവൻ ഉടൻ തന്നെ പോത്തിഫറിലേക്ക് മടങ്ങും എന്ന് ജോസഫ് പറഞ്ഞു. പാചകക്കാരൻ്റെ സ്വപ്നം ദുഃഖകരമായിരുന്നു. അദ്ദേഹം ഉടൻ തന്നെ വധശിക്ഷ നേരിടേണ്ടി വരും. യോസേഫിൻ്റെ വ്യാഖ്യാനം തികച്ചും കൃത്യമായിരുന്നു. ദൈവം അദ്ദേഹത്തോടൊപ്പമുണ്ടെന്ന് എല്ലാവരും കണ്ടു. ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ പാനപാത്രവാഹകൻ തന്നെ ഓർക്കണമെന്നും ജോസഫ് പറഞ്ഞു. പക്ഷേ പാനപാത്രവാഹകൻ ജോസഫിനെ മറന്നു. ഇത് നമ്മെ പഠിപ്പിക്കുന്നത്, ചിലപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി ഉടനടി പ്രകടമാകില്ല, എന്നാൽ അത് ശരിയായ സമയത്ത് പ്രവർത്തിക്കുന്നു എന്നതാണ്. ഉൽപ്പത്തി 40-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത്, ക്ഷമയോടും വിശ്വാസത്തോടും കൂടി ജീവിക്കുന്നവർ ദൈവ പദ്ധതിയിൽ വിജയികളാകുന്നു എന്നാണ്. നമ്മുടെ സാഹചര്യങ്ങൾ എന്തുതന്നെയായാലും ദൈവം നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. നന്ദി, നമസ്കാരം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.